ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് 6 കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. ഇത് SSC, റെയിൽവേ, അതുപോലെ തന്നെ കേരള PSC പോലുള്ള എക്സാമുകൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, SSC അല്ലെങ്കിൽ റെയിൽവേ പോലുള്ള എക്സാമുകൾക്ക് 25 മാർക്കോളം ഈ കറണ്ട് അഫയേഴ്സ് എന്ന് വരുന്നുണ്ട്. പിന്നെ കേരള PSC ആണെങ്കിലോ അത് ഇത്രയും വരില്ല, എന്നാലും ഒരു അത്യാവശ്യം ഒരു 15ഓളം മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊക്കെ ഓരോ ഡിഗ്രി ലെവലായിക്കോട്ടെ ഓരോന്നിനും, അല്ലെങ്കിൽ +2 ലെവലായിക്കോട്ടെ ഓരോന്നും ഓരോ തരത്തിലാണ് അതിൽ കറണ്ട് അഫയേഴ്സ് വരുന്നത്. പക്ഷേ പൊതുവേ ഒരു 10ഓളം ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ റെയിൽവേ SSCക്കൊക്കെ പ്രധാനപ്പെട്ടാണ് ഒരു 25 മാർക്കോളം കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ മാർച്ച് 6 അപ്പോൾ നമുക്ക് അതിനെ പറ്റി നോക്കാം. ആദ്യത്തെ ചോദ്യമാണ്, ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഇൻ ദ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെക്ടർ ഹാസ് ബീൻ ഇനോഗ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ്. ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഹരിയാനയാണ് നോക്കുക. അടുത്താണ് ബി സായ് പ്രണീത്, ഹു റീസെൻ്റ്ലി അനൗൺസ് ഹിസ് റിട്ടയർമെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്സ്? ബി സായ് പ്രണീത് ഈ അടുത്ത് ഒരു കായിക ഇനത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സായ് പ്രണീത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഹോക്കി, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ബാഡ്മിൻ്റൺ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ബാഡ്മിൻ്റൺ പ്ലെയർ ആണ് ബി സായ് പ്രണീത് എന്ന് നോക്കുക. അടുത്താണ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റഡ് ദ ഓൾ ഇന്ത്യ റിസർച്ച് സ്കോളർ സമ്മിറ്റ് 2024? നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓൾ ഇന്ത്യ റിസർച്ച് സ്കോളർ സമ്മിറ്റ് ഈ അടുത്ത് നടത്തി. അത് ആരാണ് ഹോസ്റ്റ് ചെയ്തതെന്നാണ്. ഓപ്ഷൻ എ IIT മദ്രാസ്, ഓപ്ഷൻ ബി IIM അഹമ്മദാബാദ്, ഓപ്ഷൻ സി IIT കാൺപൂർ, ഓപ്ഷൻ ഡി IIT ബോംബെ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ IIT മദ്രാസ് ആണെന്ന് നോക്കുക. അടുത്താണ് ഇന്ത്യാസ് ഫസ്റ്റ് ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ ഇനോഗ്രേറ്റഡ് ഇൻ? ഇന്ത്യയിലത്തെ ആദ്യത്തെ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ്. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ബീഹാർ ആണെന്ന് ഓർക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ ആയത് കാരണം തന്നെ ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഇമാതിരി പോയിന്റ്സ് ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് SSC പോലുള്ള എക്സാമുകൾക്ക്. സോ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ ഇന്ത്യയിലത്തെ ആദ്യത്തെ എവിടെയെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ് നോക്കുക. ബീഹാറിലെ എവിടെയെന്ന് ചോദിച്ചാൽ പാട്നയാണെന്ന് നോക്കുക. ഓക്കെ, ബീഹാറിൻ്റെ തലസ്ഥാനമാണ് പാട്ന എന്നും കൂടി നോക്കുക. നിതീഷ് കുമാറാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് നോക്കുക. നിതീഷ് കുമാർ എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 9ാമത്തെ തവണയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആവുന്നതെന്നും കൂടി നോക്കുക. അടുത്താണ് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 4-ാം 5-ാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാർച്ച് 2. പിന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭാരത് രത്നയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിന്ന് ഒരു മാർക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള സാധ്യത 100%ആണ്. കാരണം 2019 ശേഷം 2024 കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഭാരത് രത്ന. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതേപോലെ തന്നെയാണ് ഈ ഗ്രാൻഡ് പ്രിക്സ്, അതായത് ഫോർമുല 1 കാർ റേസ്. ഈ കാർ റേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ SSC, റെയിൽവേ പോലുള്ള എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. അതായത് 2022 മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് ആരാണ് നേടിയത്, അല്ലെങ്കിൽ 2023 അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് ആരാണ് നേടിയത്. ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ SSC, റെയിൽവേയിലേക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. ഈ അടുത്ത് PSC പോലുള്ള എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗ്രാൻഡ് പ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. നെഗറ്റീവ് മാർക്ക് കിട്ടില്ല. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അടുത്താണ് ഇന്ദിരാഗാന്ധി പ്യാരി ബഹന സുഖ് സമ്മാൻ നിധി യോജന. ഓക്കെ, ഇന്ദിരാഗാന്ധി പ്യാരി ബഹന സുഖ് സമ്മാൻ നിധി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ്. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് ആണെന്ന് നോക്കാം. അടുത്താണ് ബ്രാൻഡ് അംബാസഡറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് സ്ലൈസ് എന്ന് പറഞ്ഞുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, മാംഗോ ജ്യൂസിൻ്റെ, അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നയൻതാരേനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ ബ്രാൻഡ് അംബാസഡർ ഓഫ് സ്ലൈസ് മാംഗോ ആരാന്ന് ചോദിച്ചാൽ നയൻതാരയാണെന്ന് നോക്കാം. അടുത്താണ് UEFA വുമൻസ് നാഷണൽ ലീഗ് ചാമ്പ്യൻസ് ആരാന്ന് നോക്കിയാൽ സ്പെയിൻ ആണെന്ന് നോക്കുക. ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് കൂടി നോക്കുക. ഓക്കെ, സോ സ്പെയിനാണ് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി നോക്കുക. വുമൻസ് UEFA നാഷൻസ് ലീഗ് സ്പെയിൻ.
അടുത്താണ് ഇന്ത്യാസ് ഇൻ സ്പേസ് ഇനോഗ്രേറ്റ്സ് സാറ്റലൈറ്റ് ആൻഡ് പേലോഡ് ടെക്നിക്കൽ സെൻറ്റർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദാണെന്ന് നോക്കുക. സോ ഇന്ത്യാസ് ഇൻ സ്പേസ് സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദാണെന്ന് നോക്കുക. അടുത്താണ് ഏഷ്യാസ് ലാർജസ്റ്റ് കോൾ മൈൻ. ഇപ്പോൾ അടുത്തൊരു ഇത് വന്നാണ് ഏഷ്യാസ് ലാർജസ്റ്റ് കോൾ മൈൻ എവിടെയെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡാണ് നോക്കുക. അതിൻ്റെ അതായത് ഇപ്പോൾ ഉള്ള ഖനനശേഷിയിൽ നിന്നും ഇപ്പോൾ 52.5 മില്യൺ ടണ്ണാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൊല്ലം. അതിന്ന് 50 ടണ്ണിലേക്ക് ഉയർത്താനുള്ള ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. സോ 52.5 മില്യൺ ടൺ നിന്ന് 70 മില്യൺ ടണ്ണിലേക്കാണ് ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഏഷ്യയിലെ ലാർജസ്റ്റ് കോൾ മൈൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡാണെന്ന് നോക്കുക. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ്. സോ ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കട്ടയാണെന്ന് നോക്കുക. അത് ഹൗറയും സാൾട്ട് ലേക്കും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് നോക്കുക. അതായത് മെയ്ഡൻ, ഹൗറയിലത്തെ മെയ്ഡനും അതേപോലെ തന്നെ സാൾട്ട് ലേക്കിലെ എസ്പ്ലനൈഡും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, മെയ്ഡനും എസ്പ്ലനൈഡും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് നോക്കുക. ഹൗറയും സാൾട്ട് ലേക്കും ആണെന്ന് കൂടി നോക്കുക. ഏതാണ്ട് 32 മീറ്ററോളം താഴ്ചയിലാണ് ഗ്രൗണ്ട് ലെവൽ, അതായത് നമ്മുടെ സർഫസിൽ നിന്നും 32 മീറ്റർ താഴ്ചയിലാണ് ഈ മെട്രോ നിർമ്മിച്ചത് നോക്കുക. ഇത് ഹുഗ്ലി റിവറിൻ്റെ അടിയിൽ കൂടിയാണ് ഇത് പോകുന്നതും കൂടി നോക്കുക. സോ ഇതൊരു ഡീപ്പസ്റ്റ് മെട്രോ സ്റ്റേഷൻ ആണെന്നും കൂടി നോക്കുക. ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോറാണ് ഇത് നിർമ്മിക്കുന്നതും കൂടി നോക്കുക. പിന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ മെട്രോ ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കട്ടയാണ്. 1984 ഒക്ടോബർ 24 നോക്കുക. 1984 ഒക്ടോബർ 24. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് നിർബന്ധമായിട്ട് നോക്കണം, മാർച്ച് 6 കൂടി നോക്കുക. സോ ഇന്ത്യയിലത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണെന്ന് ചോദിച്ചാൽ കൽക്കട്ടയാണ്. കൽക്കട്ടയിലെ ഹൗറയും സാൾട്ട് ലേക്കും, അതായത് മേഡനും അതേപോലെ തന്നെ എസ്പ്ലാനോഡും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. 32 മീറ്റർ താഴ്ചയിലാണ്. ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് ഓടുന്നതാണ് ഹുഗ്ലി റിവറിൻ്റെ താഴത്തു കൂടിയാണ് ഇത് ഓടുന്നതും കൂടി ആലോചിക്കുക. ഈ കൽക്കട്ട മെട്രോ ആദ്യത്തെ മെട്രോ ആണ്. സോ അത് എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1984 ഒക്ടോബർ 24 നോക്കുക. ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് നരേന്ദ്രമോദിയാണ്. മാർച്ച് 6 കൂടി നോക്കുക. അടുത്താണ് ഹംഗറീനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാൻ പാടില്ല. ഈ ഹംഗറി എന്ന് പറയുന്നത് അത് വേറൊന്നുമില്ല. ഇത് പറയാൻ കാരണം ഇപ്പോൾ പുതിയൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ വന്നിരിക്കുന്നു, അപ്പോൾ പ്രസിഡന്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഹംഗറീൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ബുഡാപെസ്റ്റ് ആണ് നോക്കുക. ഓക്കെ, ഹംഗറീൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ബുഡാപെസ്റ്റ് ആണ്. ഈ കാണുന്നതാണ് ഹംഗറി, കണ്ടില്ലേ? തൊട്ടടുത്ത് റൊമാനിയ, അതുപോലെ ക്രൊയേഷ്യ, ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളുണ്ട്. ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, യൂറോപ്യൻ രാജ്യം തന്നെയാണ്. ഹംഗറീൻ്റെ തലസ്ഥാനം ബുഡാപെസ്റ്റ് ആണ്. പുതിയ പ്രസിഡൻ്റാണ് തമസ് സുല്യാക്ക. ഓക്കെ, തമസ് സുല്യാക്ക ആണ് നോക്കുക. വിക്ടർ ഓർബൺ ആണ് പ്രൈം മിനിസ്റ്റർ. ഫോറിൻ്റെ ആണ് കറൻസി. ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത്, അതായത് ലോകത്ത് ഈ ഹംഗറീൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാത്രീൻ നൊവാക്കാണ്. അവർ രാജിവെച്ചിരുന്നു ഈ അടുത്ത് ഫെബ്രുവരിയിൽ. അതിനുശേഷം എന്താ ഇപ്പോൾ പുതിയ ഒരു പ്രസിഡന്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹംഗറീനെ പറ്റിയിട്ട് പറയുന്നത്. സോ ഹംഗറിൻ്റെ തലസ്ഥാനം ബുഡാപെസ്റ്റ് ആണ്. തമസ് സുല്യാക്കാണ് പുതിയ പ്രസിഡന്റ്. ആർക്ക് പകരമായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ കാത്രീൻ നൊവാക്കാണ്. കാത്രീൻ നൊവാക്ക ആരായിരുന്നു? ആദ്യത്തെ ഹംഗറിയിലെ വനിതാ പ്രസിഡന്റാണ്. വിക്ടർ ഓർബൺ ആണ് അടുത്ത പ്രൈം മിനിസ്റ്റർ. ഓക്കെ, വിക്ടർ ഓർബൺ ആണ് അടുത്ത പ്രൈം മിനിസ്റ്റർ. പിന്നെ ഫോറിൻ്റെ ആണ് ഈ ഹംഗറീൻ്റെ കറൻസി. പിന്നെ ഒരു യൂറോപ്യൻ രാജ്യമാണ്. അതുപോലെ തന്നെ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയും കൂടിയാണെന്നും കൂടി നോക്കുക. ലാൻഡ് ലോക്ക്ഡ് എന്ന് പറയുന്നത് മറ്റേ രാജ്യമായിട്ട് അതിർത്തിൻ്റെ, അതേപോലെ തന്നെ സമുദ്രതീരവും ഇല്ല. ഇതിൻ്റെ ചുറ്റും മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഇടയിൽ അതേപോലത്തെ പെട്ട് കിടക്കുന്ന രാജ്യം. ഇന്ത്യയിൽ അതേപോലെ തന്നെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, വേറെയുണ്ട്. എന്നാൽ സൗത്ത് ഇന്ത്യയിലെ ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് അത് ഏതാണെന്ന് ചോദിച്ചാൽ തെലങ്കാനയാണ്. ഓക്കെ, കാരണം തെലങ്കാനേൻ്റെ ഈ ഈസ്റ്റ് സൈഡ്, അതായത് ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഈ ഈസ്റ്റ് സൈഡിലായിട്ട് ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. ഓക്കെ, സൗത്തിലായിട്ട് ഏത് വരുന്നുണ്ട്? ആന്ധ്ര തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ വെസ്റ്റിലോട്ട് വരുമ്പോൾ അത് മഹാരാഷ്ട്ര വരുന്നുണ്ട്, പിന്നെ കർണാടക വരുന്നുണ്ട്, മുകളിൽ ഛത്തീസ്ഗഡും വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് തെലങ്കാന ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. അടുത്താണ് ഫസ്റ്റ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചർ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ AI ടീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഐറിസ് ആണ് നോക്കുക. മാർക്കറ്റ് ലാബ് എഡ്യൂടെക് ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് നോക്കുക. സോ കേരളത്തിലെ ആദ്യത്തെ AI ടീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഐറിസ് ആണ്. മേക്കർ ലാബ്സ് തെറ്റിപ്പോയി. മേക്കർ ലാബ്സ് എഡ്യൂടെക് ആണ് ഇത് ഡെവലപ്പ് ചെയ്തെന്ന് നോക്കുക. മേക്കർ ലാബ്സ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ്.
ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ മാർച്ച് 6 കറണ്ട് അഫയേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും.